ആ ഈ ആഴ്ച തന്നെ ഇനിയിപ്പോ മാഷിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ? ഞങ്ങളൊക്കെ മറക്കരുട്ടോ. ഓ ഇനി സിനിമാ നടനൊക്കെ ആകുമ്പോ എല്ലാവർക്കും വലിയ ജാടയായിരിക്കും അല്ലയോ മാഷേ? ഓ അത് സിനിമ നടനം ആകുമ്പോഴല്ലേ? ആവൂലോ, ഞങ്ങൾ അറിഞ്ഞു വിവരമൊക്കെ. എന്ത് വിവരം? മാഷ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആര് പറഞ്ഞു? നമ്മുടെ സുരു. അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചു തന്നത്. മാഷിപ്പോ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊരു നമ്പറും കിട്ടു, അതങ്ങ് ഏറ്റു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും ജാടയൊക്കെ കണ്ടപ്പോ അവരൊക്കെ സമ്മതിച്ചു. ശ്രീകുമാർ സാറിന്റെ സിനിമയിലാ ചാൻസ് കിട്ടിയിരിക്കണേ. പുള്ളി എടുത്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങേരുടെ പടത്തിലൊന്ന് തല കാണിച്ചാ മതി, ഇപ്പോഴത്തെ തലവര തന്നെ മാറിപ്പോവും. ആരോടും പറയാതെ നീ സ്കൂളിൽ നിന്ന് അങ്ങോട്ടാ പോയത്? ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുമ്പോ നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് മൈക്കും കെട്ടി വെച്ചൊരു അനൗൺസ്മെന്റ് കൂടെ നടത്താൻ മേലായിരുന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഞാൻ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ നേരിട്ടാ. മാഷിന്റെ ചിരകാല ജീവിതദോഷം പൂവണിയാൻ പോവല്ലേ? എന്റെ അഭിലാഷത്തിന് ഞാൻ തന്നെ പൂവും കായവും കാണിച്ചോളാം. നീ ആരാടാ എനിക്ക് ചാൻസ് വാങ്ങിച്ചേരാ? മോഹനേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പൊ ശരിയായിരിക്കുന്നത്? അതും നല്ലൊരു സംവിധായകന്റെ സിനിമയില്. എടി ഇവനൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എന്തെങ്കിലും ഇമ്പ്രിക്ക റോളായിരിക്കും. ലോട്ടിലോട്ട് റോൾ ചെയ്യാനായിരുന്നു, എനിക്കത് എന്നേ ആകായിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ സിനിമയിലല്ലയോ മോഹനൻ കുഞ്ഞെ? എന്റെ ലളിത ചേച്ചി ചെറുത് ചെയ്തോണ്ടിരുന്ന എന്നും ചെറുതേ കിട്ടത്തുള്ളൂ. റോൾ എന്താ ഏതാണെന്ന് പോലും തിരക്കാതെ ഓരോന്ന് കയറി ഏറ്റിട്ട് കാള പറ്റുമെന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്ത. ഇനിയെങ്ങനെ കാളെ പറ്റാല? കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ കുഞ്ഞെ? വേഷം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരാളുടെ സിനിമ വരിക, അതിൽ തന്നെ മോഹനൻ കുഞ്ഞ് അഭിനയിക്കുക, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലയോ? സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഉണ്ണിക്കുട്ടൻ ഇഷ്ടമാണോ അച്ഛൻ സിനിമയിൽ വരുന്നത്? പക്ഷെ അച്ഛൻ സിനിമയിൽ പറക്കണം. പറക്കാൻ അച്ഛന് ചിറകില്ലല്ലോ. അയ്യേ, ഈ അച്ഛൻ ഒന്നും അറിയില്ല. ചിറകുണ്ടായിട്ടാണോ സൂപ്പർമാൻ പറക്കുന്നേ? മോഹനേട്ടാ എന്തോ ആലോചിക്കുന്നേ? അല്ല, റോൾ എന്താണെന്നെങ്കിലും ആ പൊട്ടൻ സുരുവിന് ചോദിക്കാമായിരുന്നു. അതറിഞ്ഞിരുന്ന എനിക്കൊന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു. നല്ല റോളായിരിക്കും. എന്റെ മോഹനേട്ടാ എന്തിനാവശ്യമില്ലാതെ ആദ്യം പിടിക്കുന്നേ? അല്ല, പെട്ടെന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാന്ന് പറയുമ്പോ അതാ എനിക്കൊരു. ആഹാ, നല്ല ആളാ. ഈ ധൈര്യമൊക്കെ എവിടെ പോയി? ആൾക്കാരുടെ പരിപാടിക്കാൻ 10-15 ദിവസമായിട്ട് നേരം വിളിക്കുന്നവരെയാ ഷൂട്ടിങ്. ആ ഡയറക്ടറെ ആൾക്കാർ വിളിക്കുന്നതേ ഡ്രാക്കുളേന്നാ. പിന്നല്ലാതെ മനസമാധാനത്തോടെ മനുഷ്യൻ രണ്ട് പെഗടിക്കാൻ പറ്റില്ലെന്നേ. ഇന്ന് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി രാത്രിത്തെ ഷൂട്ടിങ് അങ്ങ് പൊളിക്കും. അപ്പൊ കാണാം. ഓക്കെ, കൂടാന്ന്. സാറേ, മാഷ് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പിങ്ങെത്തും. മാഷ? നമ്മുടെ മാഷില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ നടൻ. റോൾ എന്താന്ന് അറിയാത്തോണ്ട് മാഷിന് ചെറിയൊരു പരിഭ്രമം. അഭിനയിക്കേണ്ട ഭാഗം നേരത്തെ കൊടുത്താൽ മതി. മാഷ് നേരത്തെ പഠിച്ചോളൂ. സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയില്ല. അതെ, സ്വദേശി വായനശാല വാർഷികത്തിനെ മാഷ് കണ്ണുപൊട്ടനായിരുന്നു. 24 മണിക്കൂർ കൂടെ നടക്കണ ഞാൻ പോലും വിചാരിച്ചു യഥാർത്ഥത്തിൽ മാഷിനെ കണ്ണു പീസായിരുന്നു. ഭയങ്കര അഭിനയം. മാഷെത്തില്ല, മാഷേ ഡയറക്ടർ എത്തിയില്ല. പറഞ്ഞോ? ശ്രീകുമാർ സാർ ഇപ്പൊ വരും. സ്ക്രിപ്റ്റ് അങ്ങേരയിലിരിക്കണേ. വന്നുന്നാ തോന്നുന്നത്. ഈ സീൻ മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് മുമ്പ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കോൺഫറൻസ് ഹോളിലേക്ക് പോകാൻ പറ്റും. സാർ, ഇന്ന് നൈറ്റ് ഷൂട്ട് നടക്കുന്ന തോന്നുന്നില്ല. നമ്മുടെ 3 HMI ലൈറ്റുകൾ ഒരുമിച്ച് കേടായിരിക്കുക. കേടായതോ കേടാക്കിയതോ? അയ്യോ സാർ, എന്താ ഈ പറയുന്നത്? സാരമില്ല മാത്യു, ഇന്ന് എനിക്ക് 1-2 ബേബി ലൈറ്റ്സും ജൂനിയറും ഒക്കെ മതി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ മാത്രം എടുക്കാം. സാർ, അത് പിന്നെ എന്താ അതും കേടാണോ? അതല്ല സാർ, യൂണിറ്റിലുള്ളവരൊക്കെ കുറെ ദിവസമായിട്ട് ഹോൾ നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരാകെ തളർന്നിരിക്കുക. ഓ, അതുകൊണ്ടാണോ ലൈറ്റ് കേടായത്? തളർച്ചയുള്ളവർ എന്നോടൊന്ന് പറയട്ടെ. മാത്യുവിന് തളർച്ചയുണ്ടോ? അയ്യോ ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മാത്യു.
നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ടെന്ന് കേട്ടു, ഡ്രാക്കുള. അയ്യോ സാർ, സത്യമായിട്ടും നല്ല പേര്. ഈ പേര് ശരിക്കും എന്നെ ആവേശഭരിതനാക്കിയിരിക്കുകയാണ് മാത്യു. ലൈറ്റ് കേടായാലും ഇല്ലെങ്കിലും നൈറ്റ് ഷൂട്ടിംഗ് ഗംഭീരമായി തുടരുന്നതായിരിക്കും. മോഹൻ, ശ്രീകുമാർ സാർ വിളിക്കണത് എന്നെയാണോ? പിന്നെ എന്റെ പേരാണ് മോഹൻ. മാഷി ചെന്ന് ചെല്ലി 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 ധൈര്യമായിട്ട്. എന്താ സർ, ഞാൻ മോഹൻ. വിളിച്ചു. നിങ്ങളാണോ ഫോട്ടോഗ്രാഫർ മോഹൻ? എന്താ സാർ? ആ മോഹൻ, ആ മരത്തിന്റെ അടുത്ത് നിന്ന് 2-3 വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കണം, പോസ്റ്ററിൽ ഉപയോഗിക്കാം. ഓക്കെ സാർ. ആ മോഹൻ, ക്യാമറാമാനോടൊന്ന് വരാൻ പറയും. ശരി സാർ. സർ, എന്താ? അല്ല സർ, എന്റെ വേഷം. വേഷോ? സാർ, ഫസ്റ്റ് ഷോട്ട് എങ്ങനെ ഇരിക്കും? ആ, ട്രെയിൻ സെറ്റ് ചെയ്തോളൂ. ആ ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപികയും വിദ്യാർത്ഥികളും ഇറങ്ങി വരും. ട്രാക്ക് ചെയ്യണം ആ മരച്ചുവട് വരെ. ഓക്കെ സാർ. ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡിയാണ് സാർ. സാർ, ഞാൻ ഈ സ്കൂളിലെ മാഷാണ് സാർ. അതുകൊണ്ട് ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോൾ എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞിരുന്നു. ആര്, ഞാനോ? ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലല്ലോ. താൻ പറഞ്ഞോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഇയാളെ പറഞ്ഞോ? അയ്യോ ഇല്ല സാർ. സീനൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ടല്ലോ. ആർട്ടിസ്റ്റ് ഒക്കെ റെഡി അല്ലേ? സാർ, എന്തെങ്കിലും ഒരു വേഷം തല കാണിക്കാനെങ്കിലും മതി സാർ. താങ്കളൊരു മാഷാണെന്നല്ലേ പറഞ്ഞത്? കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അധ്യാപികയും അവരുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമുള്ള ഒരു സീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേത് റോള് ഞാൻ നിങ്ങൾക്ക് തരും? അധ്യാപികയുടേതോ അതോ കുട്ടികളുടെയോ? സാർ, എന്റെ ഭാര്യയും മോനും ഞാൻ അഭിനയിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. റോള് കിട്ടില്ല, മാനം പോകും സാർ. താങ്കളുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കണോ? സാർ, ഞാൻ ആ ബ്രഹ്മാത്തി ഒന്നും പറഞ്ഞിരുന്നില്ല സാർ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സാർ. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. പ്ലീസ്. അച്ഛാ, നമ്മൾ എന്തിനാ തിരിച്ചു പോന്നേ?